ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പുലർച്ചെ 2 മണിക്കാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചത്. 15 ബലിത്തറകളിലായിട്ടാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തിരുനാവായ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഭാരതപ്പുഴയിൽ തെക്കൻ കാശി എന്നാണ് തിരുനാവായ അറിയപ്പെടുന്നത്. ഭാരതപ്പുഴയിൽ ഈ സമയത്ത് ഗംഗയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ ഒരു കരയിൽ നവാമുകുന്ദനും മറുകരയിലായി ബ്രഹ്മാവും ശിവനും സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യസങ്കേതമാണ് തിരുനാവായ എന്ന് പറയുന്നത്. നിരവധി ഭക്തരാണ് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ഇവിടെ എത്തിച്ചേരുന്നത്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് വരുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ദേവസ്വം അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ അധികൃതർ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ സേവാഭാരതി തുടങ്ങിയ സന്നദ്ധ സംഘടനകൾ, ഒപ്പം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പ്രാധാന്യമുള്ള ഈ സ്ഥലത്ത് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുക എന്നുള്ളത് ജീവിതത്തിലെ വളരെ ഒരു പരിശുദ്ധമായുള്ള കാര്യമായിട്ടാണ് അറിയപ്പെടുന്നത്. തിരുനാവായയെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ മറ്റുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിനാൽ തന്നെ ബലിതർപ്പണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് തിരുനാവായ. എന്തായാലും വിശ്വാസികൾ ഇപ്പോഴും ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്.